ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു പാതിര കുക്കിങ്ങും പിന്നെ മോർണിംഗ് റൊട്ടീനും പിന്നെ ലഞ്ചും സ്നാക്സും എല്ലാം കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കെങ്കിലും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ പറയണ്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓളുന്ന ബട്ടൺ അടിച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഉണ്ടല്ലോ തലേന്നേ തുടങ്ങുന്നതാണ്. മോനെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ടൗണിൽ നിന്ന് ഞാൻ മീൻ മേടിച്ചിട്ടുണ്ട്. കുറേ മീൻ ഇവിടെ കാണുന്നുണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല ഫ്രഷ് മീനെല്ലാം കാണുന്നുണ്ട്. കൊഞ്ചന് ചെമ്മീന് വലുതും ഉണ്ട്, മീഡിയം സൈസും ഉണ്ട്. അയില ചെറുതാണുള്ളത്, വലിയ മത്തിയാണ്. പിന്നെ നെത്തലുണ്ട്, അത് മാത്രമല്ല വേളൂരി എന്ന് പറയും, ആ ഒരു മീനും ഉണ്ട്. അങ്ങനെ കുറേ മീനിൻ്റെ വിലയെല്ലാം ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് മേടിച്ചത്. കാക്കിലോന് 80 എന്നാണ് പറഞ്ഞത്, 150 റുപ്യക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് കാണുന്നത് അയിലയാണ്. അയില ചെറുതാണ്, അതുകൊണ്ട് അത് വാങ്ങിച്ചാൽ നടക്കൂല. പിന്നെ കല്ലുമ്മക്കായ് കണ്ടിനു. ഇപ്പോൾ കല്ലുമ്മക്കായ് മേടിക്കാന്ന് വെച്ചു. അത് 2-3 പ്രാവശ്യം നോക്കി, അതിൻ്റെ സൈസെല്ലാം നോക്കിയിട്ടാണ് മേടിച്ചത്. അധികം കച്ചറിയൊന്നും കാണുന്നില്ല. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ചെറിയ കല്ലുമ്മക്കായും ഉണ്ട്, വലിയ കല്ലുമ്മക്കായും ഉണ്ട്. ഞാൻ വലുതാണ്, അധികം കച്ചറിയൊന്നും ഇല്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. കാരണം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പണിയായിരിക്കും ഇത് ക്ലീൻ ആക്കി എടുക്കേന്. 260 റുപ്യാണ് ഒരു കിലോന്. എത്രയാ? ആ കണ്ടല്ലോ, കാക്കിലോന് 130 എന്നല്ല പറയുന്നത്. അപ്പം ഞാൻ അതൊന്നും മേടിച്ചിട്ടില്ല. ചെറിയ ചെറിയ മീൻ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇവിടെ മോനെ കൊണ്ടായി കൊടുക്കാൻ ഇവിടെ വരുന്നതുകൊണ്ട് ടൗണിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുകയും ചെയ്യാം. പണ്ടത്തെ പോലെയല്ല, ഇപ്പം ടൗണിലാണ് മോന് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അങ്ങനെ ചെമ്മീനും പിന്നെ കല്ലുമ്മക്കായും മേടിച്ചിട്ട് നമ്മളിങ്ങ് പോന്നു. കാരണം ആ ഒരു ടൈമിന് എനിക്ക് മോളെ സ്കൂളിലേക്കും പറഞ്ഞു വിടേണ്ടതുണ്ടേനും. ഇത് പിന്നെ രാത്രിയാണ്. കല്ലുമ്മക്കായി വാങ്ങിയ പാടന്നെ ഞാൻ ക്ലീനൊന്നും ആക്കിയിട്ടില്ല. ഞാൻ ചെമ്മീന് മാത്രം ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടേനും ഫ്രീസറിൽ. പിന്നെ കല്ലുമ്മക്കായ് ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളത്. അന്നേരം തന്നെ അതിൻ്റെ നടുഭാഗം ഇങ്ങനെ പൊളന്ന് വന്നിട്ടുണ്ട്. കത്തി കൊണ്ട് കുത്തിയിട്ട് എടുക്കേണ്ടതൊന്നും വന്നിട്ടില്ല. പിന്നെ ഇത് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം അധികം കച്ചറയൊന്നും ഇല്ലേനും. പിന്നെ അതിൻ്റെ ഉള്ളിൽ പാമ്പൻ എന്ന് പറയും, അത് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ വയറുവേദന വരുന്നെല്ലാം പണ്ടേ പറയുന്നേക്കാം. അപ്പം ഞാൻ അതെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അത് ചെമ്മീലും ഉണ്ട് കേട്ടോ, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഞാൻ അരപ്പിന് വേണ്ടിയിട്ട് ഒരു 5-10 ചെറിയുള്ളി, ഷാലറ്റ് എന്ന് പറയും, അതും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പ്രധാന കഥാപാത്രമായ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ഞാൻ ഒരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്, ഫുൾ എടുത്തിട്ടില്ല. അപ്പോൾ ആ പകുതി ചിരണ്ടിയിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കണം. സാധാരണ ഞാൻ റേഷൻ അരിയില്ലേ, ആ റേഷൻ അരി കൊണ്ട് ഗ്രൈൻഡറിൽ അരച്ചിട്ടാണ് കല്ലുമ്മക്കായ് ഉണ്ടാക്കൽ. പക്ഷേ ഇന്ന് അരി കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ആമീസിൻ്റെ പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ആ പ്ലാനിങ് ഒന്നും ഉണ്ടാക്കില്ലേനും, പെട്ടെന്ന് കല്ലുമ്മക്കായ് കിട്ടിയോണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടി പോവേണ്ട, എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. സാധാരണ ഞാൻ അരിയിലാണ് ഇതൊക്കെ ചെയ്യൽ. ഇനി നമ്മൾ ആമീസിൻ്റെ പൊടീൻ്റെ മാവിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുക. ആമീസിൻ്റെ പൊടി മാത്രമല്ല കേട്ടോ, ഇവിടെ റേഷൻ അരി പൊടിച്ച് വെച്ചിട്ടുണ്ടേനും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്യലില്ല, ഉമ്മ വന്നപ്പോൾ ഉമ്മ ഇങ്ങനെ പൊടിപ്പിച്ചതാണ് കേട്ടോ. ഇനി ഇങ്ങനെ ചെയ്യണം, ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ പാക്കറ്റ് ഇങ്ങനെ മേടിക്കുകയും ചെയ്യേണ്ടില്ലല്ലോ, കുറച്ച് മാത്രമല്ലേ മേടിക്കേണ്ടുള്ളൂ. കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആമീസിൻ്റെ പൊടിയും നമ്മൾ അരിപ്പൊടിയും കൂടി മിക്സാണ്. നമ്മൾ അരിപ്പൊടി മാത്രം ഉണ്ടാക്കിയിട്ട് ചുടുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച തേങ്ങേൻ്റെ അരപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളവും കൂടിയും ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു അരപ്പിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൂടി കുലുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന ടൈം എന്ന് വെച്ചാൽ ഒരു 10 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ പാതിര കുക്കിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ നാളത്തേക്കാണ്. നാളെ മക്കൾക്ക് കഴിക്കാനും സ്കൂൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ മദ്രസയൊന്നുമില്ല, അതുകൊണ്ട് ഒന്നങ്ങ് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എല്ലാം കൊളാവും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് മസാലയെല്ലാം കൂട്ടിയിട്ട് പൊരിക്കാൻ പറ്റും. അപ്പം നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങേൻ്റെ അരപ്പ് മാത്രമല്ല, ആവശ്യത്തിന് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കല്ലുമ്മക്കായ് നിറച്ചത് മക്കൾക്ക് കഴിക്കാനും ഇഷ്ടമാണ്, കൊണ്ടുപോകാനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരിക്കൽ എരിവുണ്ടെങ്കിലും കഴിച്ചോളും. അങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഒരു എരിവാണെങ്കിലും കഴിച്ചോളും. പിന്നെ ഇത് ഞാൻ ഒറ്റയ്ക്ക് നിറച്ചാൽ ശരിയാവില്ല. കല്ലുമ്മക്കായും കുഞ്ഞിപ്പത്തിലെല്ലാം എനിക്ക് ഇവരെല്ലാം ഹെൽപ്പിന് ഞാൻ വിളിക്കും കേട്ടാ. ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് ബോറടിക്കൂലേ. പിന്നെ ഇത് നമ്മളെ പണി മാത്രമല്ലല്ലോ, ഇവർ കഴിക്കുകയും കൂടിയും ചെയ്യുന്നല്ലേ. അപ്പം ഒരിക്കൽ മനസ്സിലാവണല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. വലിയ കഷ്ടപ്പാടൊന്നുമില്ല കേട്ടോ, അത് വേഗം ആയി കിട്ടും. നമ്മൾ ഉണ്ടാക്കിയിട്ട് വേഗം ആയി കിട്ടും. പിന്നെ കല്ലുമ്മക്കായ് കിട്ടിക്കഴിഞ്ഞാൽ മെയിനായിട്ട് നിറയ്ക്കുക ചെയ്യുക. കറിയെല്ലാം പിന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ്. ഇപ്പം എനിക്ക് ഹെൽപ്പിന് 2 മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി 2 ഉറങ്ങിയിട്ടുള്ളത്. ഓരോ ഹെൽപ്പ് ചെയ്യട്ടാ. ഇവർക്കൊന്നും മടിയൊന്നുമില്ല,
ഇങ്ങനെയൊന്നും ചെയ്യേന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാലോ ഞാനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ ഈ 2 എണ്ണം പറയും നാളെ ഞാനാണ് ഫുള്ള് ഉണ്ടാക്കിയത് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്. പിന്നെ അമന് പിന്നെ എന്ത് ചെയ്യുമ്പം കൂടെ നിൽക്കും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവരെ വിളിച്ചാൽ മാത്രമേ വരുള്ളൂ. TV കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിനാണ് ഞാൻ ഈ ഒരു പണി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് TV എല്ലാം ഓഫാക്കിയിട്ടാണ് ഉള്ളത്. ഞാനിപ്പം നിറക്കുന്ന ഈ ഒരു കല്ലുമ്മക്കായ്ക്ക് വെള്ള കളറിലാണ് ഉണ്ടാവുക. അരിയിൽ നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല. പിന്നെ അക്കരക്കാർ എന്ന് പറയും കേട്ടോ, കോഴിക്കോട് ജില്ലക്കാരാണ്. നമ്മൾ ഇക്കരയും ഓല് അക്കരയാണ്. ഒരു പാലമുണ്ട്, പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കരയാണ്. അപ്പം അവർ ഇതിൽ മഞ്ഞൾ ചേർക്കും. മഞ്ഞൾ ചേർത്തിട്ടാണ് ഓരോ കല്ലുമ്മക്കായി ഉണ്ടാവുക. അപ്പം ഞാൻ എല്ലാം കൂടി മൂടിച്ചമ്പിൽ വെച്ചിട്ടുണ്ട്. തട്ടുള്ള ഒരു സ്റ്റീമറാണ്. 10 മിനിറ്റ് മതി കേട്ടോ, അത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ 2 തട്ടാണ് വെച്ചിട്ടുള്ളത്. പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. കൂടുതലൊന്നും ഞാൻ കാണിക്കുന്നില്ല. അമ്മന് യൂണിഫോമെല്ലാം മാറ്റിയിട്ട് വെള്ളം വലിച്ച് കൊണ്ടാക്കുന്നുണ്ട്. വാതിക്കൽ ഫ്രണ്ടിലാണ് കിണറുള്ളത്. ഇനി എൻ്റെ പരിപാടി തുടങ്ങണം. ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായില്ലേ, അത് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഞാൻ ഗ്യാസ് അങ്ങനെ തന്നെ ഓഫാക്കി വെച്ചതാണ്. കൈ കൊണ്ടൊന്നും തൊടാത്തതുകൊണ്ട് തന്നെ ഒന്നും ആയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമായിട്ടാണ് ഉള്ളത് തലേന്ന് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ. കാരണം നമ്മൾ മദ്രസയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോവും. സുബൈ നിസ്കരിച്ചിട്ട് ഒന്നങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഒന്നിനും നേരെ ഉണ്ടാവില്ല. ഭയങ്കര സ്പീഡായിരിക്കും പിന്നെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യൽ. യൂണിഫോം അയൺ ചെയ്യലും പിന്നെ അത് ഇടലും ഒന്നും പറയേണ്ടയില്ല. ഇനി ഒരു ബൗളിൽ ഞാൻ മസാലപ്പൊടികളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞളും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞാൻ വെളുത്തുള്ളി ഞാൻ തലേന്ന് ചതച്ച് വെച്ചിട്ട് ബോക്സിലാക്കി വെച്ചതാണ്. അതുകൊണ്ട് ആ പണിയും നമുക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി 2 തണ്ട് കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ വെളുത്തുള്ളിൻ്റെയും കറിവേപ്പിലേൻ്റെ എല്ലാം ടേസ്റ്റ് പൊരിക്കുമാണ് നമുക്ക് മനസ്സിലാവുക. നല്ലൊരു മണം വരും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് റവ ഒരു 2 ടേബിൾ സ്പൂൺ റവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് തരിതരിയായിട്ടുള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. വെള്ളം കൂടി പോവാണ്ട് നോക്കണം. പിന്നെ വല്ലാണ്ട് അങ്ങ് ടൈറ്റായി പോവുകയും ചെയ്യണ്ട. എന്നിട്ട് ഞാൻ ഈ കല്ലുമ്മക്കായില്ലേ അതിൻ്റെ പുറന്തോട് മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുമ്മക്കായി നിറച്ച് പൊരിക്കുന്നത് കൂടുതലും നമ്മൾ തന്നെയാണ്. നമ്മളെന്ന് വെച്ചാൽ കണ്ണൂർ, മലബാർ, കോഴിക്കോട് ഭാഗത്തുള്ളവർ. ബാക്കിയുള്ളവർ എളമ്പക്ക എന്ന് പറയും. എളമ്പക്ക പിന്നെ ഇത് കറി വെക്കുമെല്ലാണ് അവർ ചെയ്യൽ. പ്രത്യേകിച്ചിട്ട് നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ എല്ലാം ഈ ഒരു കല്ലുമ്മക്കായി നിർബന്ധമായിട്ട് കൊണ്ടുപോകും. ഫസ്റ്റ് പ്രയോറിറ്റി കല്ലുമ്മക്കായാണ്. അത് അങ്ങ് കാസർഗോഡ്, തൃശ്ശൂരുള്ള ഭാഗത്തുള്ളവർക്കൊന്നും അങ്ങനെ ആദ്യമൊന്നും അറിയലില്ലേനും. പക്ഷേ ഇപ്പം നമ്മൾ കൊണ്ടുവരുന്ന കണ്ടിട്ട് ഒരിക്കും അത് അറിയാം കല്ലുമ്മക്കായി പൊരിച്ചതെന്ന് വെച്ചാൽ ഇതാണെന്ന്. നമ്മളിത് ഗൾഫിലേക്ക് കൊണ്ടുപോകുമ്പോൾ പൊരിച്ചിട്ട് തന്നെയാണ് കൊണ്ടുപോവുക, അല്ലാണ്ട് നിറച്ചിട്ടല്ല. ചിലർ നിറച്ചിട്ട് അവിടെ എത്തിയിട്ട് പൊരിക്കുകയോ ചെയ്യുക. പക്ഷേ പൊരിച്ചിട്ട് നമ്മൾ വീണ്ടും പാനിലിട്ടിട്ട് പൊരിച്ചെടുക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ഒരു മസാലയെല്ലാം നമ്മുടെ ഉമ്മയും ഉമ്മാമ്മയെല്ലാം പെരക്കിയെടുക്കണം, എന്നാലേ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പെരക്കിയെടുത്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും കുറച്ചെങ്കിലും ഓരോ ടേസ്റ്റ് കിട്ടുമല്ലോ, അതുകൊണ്ട് കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്മന് ബാക്കിയുള്ളവരെ വാട്ടർ ബോട്ടിലെല്ലാം വെള്ളം നിറയ്ക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു മോക്ക് മാത്രം ലേറ്റായിട്ട് പോയാൽ മതി. ബാക്കിയുള്ളവർക്കെല്ലാം 9 മണി 8:45 ആ ഒരു ടൈമിനാണ് പോകേണ്ടത്. ഞാൻ ആദ്യമെല്ലാം കല്ലുമ്മക്കായി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എല്ലാം വരും കേട്ടോ. എന്നിട്ട് ഓർക്ക് കഴിക്കണം ഈ പൊരിക്കുന്നതിന് മുന്നേ. ഇപ്പം ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അത് നമ്മൾ കഴിക്കുന്ന അറിയൂല. ചെറിയ കല്ലുമ്മക്കായ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ കഴിക്കാന്. പിന്നെ പൊരിച്ച് കഴിഞ്ഞാലും ചൂടാലെ കഴിക്കണം. ചിലർക്ക് തണിഞ്ഞു കഴിഞ്ഞാലാണ് കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവുക. നമുക്ക് ചൂടാലെയാണ് ഇഷ്ടം. തട്ടുകടയിലെല്ലാം ഭയങ്കരമായിട്ട് ഉണ്ടാവും ഇത്. നല്ല കളറിലാണ് കാണുക. ഇത് വാട്ടിയിട്ട് എടുത്താലും ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ആക്കുന്ന സമയത്ത് മുളക് നമുക്ക് നല്ല ഫീലാവും. അതുകൊണ്ട് തന്നെ അത് ചെറിയ മക്കൾക്ക് ശരിയാവില്ല. ഇനി ഞാൻ ബാക്കിയുള്ള എല്ലാം കൂടിയിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ഞാൻ ടിഫിൻ ബോക്സ് കൊടുക്കുന്നില്ല. മോളെ കൊണ്ടുപോയി കൊടുക്കുന്ന ടൈമിന് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇപ്പം ടൈമില്ല. പിന്നെ ഇതുണ്ടല്ലോ ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. എരിവുള്ള മുളകും എരിവില്ലാത്ത മുളകും ഒരുപോലെ മിക്സാക്കി എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് കളർ ഉണ്ടാവും, ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല. ഞാനിത് ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തു കൊണ്ടുപോയി കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് എല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാൻ ടൈം ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ബൂസ്റ്റ് തരാമെന്ന്. പാക്കറ്റ് ബൂസ്റ്റാണ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 എണ്ണം എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൂസ്റ്റും ഷുഗറുമാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പാൽ തിളപ്പിച്ചിട്ട് അതിലേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഷെയ്ക്കാക്കിയിട്ട് ജ്യൂസ് അടിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പാൽക്കട്ടയും ബൂസ്റ്റും പിന്നെ നമുക്ക് നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇത് ഞാൻ പാക്കറ്റാണ് ഇപ്പം ലാഭം എന്ന് എനിക്ക് തോന്നുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ചൊന്ന് തണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എന്നാലേ അവർക്ക് കുടിക്കാൻ പറ്റുള്ളൂ. നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഞാൻ 3 ആൾക്ക് കൊടുക്കാൻ വിചാരിച്ചതാണ്. പക്ഷേ അവന് സമയമില്ലാത്തതുകൊണ്ട് ഓന് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഇനി ബാക്കി 2 എണ്ണത്തിനും കൊടുക്കണം. ഈ ബൂസ്റ്റും ഹോർലിക്സ് എല്ലാം ചെറിയ മക്കൾക്ക് മാത്രമല്ലല്ലോ, നമുക്കും കഴിക്കാലോ. പിന്നെ എപ്പോഴൊന്നും ഇത് ഉണ്ടാക്കി കൊടുക്കലൊന്നുമില്ല.
എപ്പോഴെങ്കിലും മാത്രം ഓർമ്മയുള്ള ദിവസം ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ കട്ടൻ ചായ പിന്നെ പാൽ ചായ അങ്ങനെയെല്ലാം കൊടുക്കൽ. അപ്പോൾ ഇവർ പോകേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മഴക്കാറ് വരുന്ന പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വേഗം ഞാൻ സ്കൂളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അസംബ്ലി തുടങ്ങിയിട്ടുണ്ട്, ഇന്ന് റീഡിംഗ് ഡേ ആണ്. അപ്പോൾ അസംബ്ലി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വണ്ടി നിർത്താണ്ട് ബേക്കിലാണ് നിർത്തിയിട്ടുള്ളത്, ലേറ്റ് ആയിട്ടുണ്ടല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കലമക്കായി എല്ലാം പൊരിച്ച് വെച്ചത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോരുത്തരെ ലഞ്ച് ബോക്സിൽ ഇടണം. പക്ഷെ അതിന് മുന്നേ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടിട്ട് ലഞ്ച് ബോക്സിൽ ഇട്ടിട്ട് കഴിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് കഴിക്കാം, അതാണ് നല്ലത്. പിന്നെ മോള് എണീറ്റിട്ടുണ്ട്, ഓള് പല്ലെല്ലാം തേച്ചിട്ട് ഓളും അവിടെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ്, ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്, മസ്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അരിയൊന്നും അരക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സമയം ഇങ്ങനെ പെട്ടെന്നാട്ടാ പോവാ, വേഗം വേഗം പോകും. ഞാൻ വന്ന പാടനെ ഞാൻ വിചാരിക്കും ഇനിയും ടൈം ഉണ്ടല്ലോ, ഫോൺ നോക്കുകയേ ചെയ്യരുത്. ഫോൺ നോക്കിക്കഴിഞ്ഞാൽ എന്തായി, നമ്മളുള്ള സമയം കൂടി അങ്ങ് പോകും. അതുകൊണ്ട് അതിൻ്റെ ഭാഗത്തേ വന്നിട്ടില്ല. സാധാരണ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഫോൺ നോക്കും, പക്ഷേങ്കിൽ പിന്നെ ടൈം ഇതാന്ന് പറയുമ്പോഴത്തേക്ക് പോകട്ടാ. മോളെ കുളിപ്പിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഓളവിടെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. ഇനി ഓരോന്നിലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൂത്ത മോളയിൽ ഞാൻ 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. രണ്ടാമത്തെ മോളയിൽ ഞാൻ 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതിനും അങ്ങനെ തന്നെ 3 വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓൾക്കില്ലേ 4 വേണമെന്നെല്ലാം പറയുന്നുണ്ട്, പക്ഷേ കഴിക്കൊന്നുമില്ല കേട്ടോ. ടൈം ആവും എന്തായാലും ഇവർ കഴിച്ച് കിട്ടുമ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ സ്നാക്കും കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കുറച്ച് ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന മാത്രമേ നമ്മൾ കൊടുക്കേണ്ടുള്ളൂ. പിന്നെ ഈ ഒരു സ്നാക്സ് ബോക്സ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം അവർ കൊണ്ടുപോയതാണ്. പിന്നെ ഇവിടെ ഞാൻ വെച്ചിട്ട് പോയതേനും, അതുകൊണ്ട് ഇപ്പം ഭയങ്കര ഹെൽപ്പായിട്ട് മാറിയിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല. പിന്നെ വലിയ ടിഫിൻ ബോക്സ് ഒന്നും എടുക്കണ്ടില്ല ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇടുന്നതിന്. ഇന്ന് ഞാൻ ഫ്രൂട്ട് കൊടുക്കുന്നത് പപ്പായയാണ്. ഞാൻ തലേന്ന് മേടിച്ച് വെച്ചതാണ് കേട്ടോ ടൗണിൽ പോയ സമയത്ത്. അപ്പം അതിൻ്റെ തലേന്ന് ഞാൻ മാങ്ങേനും കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ല മധുരമുള്ള പപ്പായാണ്. ഞാൻ വിചാരിച്ചിട്ടില്ല, ഒന്നുമില്ലെങ്കിൽ ഞാൻ ബിസ്ക്കറ്റ് എല്ലാം ആദ്യമെല്ലാം കൊടുക്കലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ മാക്സിമം ശ്രദ്ധിക്കലുണ്ട്. ഇപ്പം ഫ്രൂട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ബ്രെഡ് കൊണ്ടും അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കൽ. മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ സ്നാക്സ് ബോക്സ് റെസിപ്പീസ് എല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇൻഷാ അല്ലാ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല അവർക്ക് വേഗത്തിൽ കഴിക്കാനും പറ്റണ്ടേ, അവർക്ക് ഉണ്ടാക്കി കൊടുത്തുവെച്ചാൽ മാത്രം പോരാലോ. ഫ്രൂട്ടിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പപ്പായ, മാംഗോ, പിന്നെ ഗ്രീൻ ഗ്രേപ്സ് ഇല്ലേ അതും ഇഷ്ടമാണ്. പിന്നെ വത്തക്ക ഞാൻ കൊടുക്കലില്ല, കാരണം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അത് ഒരു വെള്ളം പോലെ ഉണ്ടാവും. പിന്നെ സ്ട്രോബെറി അതെല്ലാം ഇഷ്ടമാണ്. ഉള്ള ഫ്രൂട്ട് കൊടുക്കുക എന്നുള്ളൂ. ഇപ്പോൾ ടൗണിൽ പോയതുകൊണ്ട് കുറേയൊന്നും മേടിക്കാണ്ട് 2 മാംഗോ, കുറച്ച് പഴം അങ്ങനെയെല്ലാം മേടിച്ചിട്ടാണ് വരുത്ത്. അപ്പം ഇവരെ സ്നാക്കും ലഞ്ചും എല്ലാം റെഡി ആയിട്ടുണ്ട്. വലിയ ടിഫിനൊന്നും ഇല്ലാണ്ട് ചെറിയൊരു ബോക്സിലാണ് ആക്കിയിട്ടുള്ളത്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം പുതിയ റെസിപ്പി ആയിട്ടും പുതിയ വ്ളോഗുമായിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ, മസ്സലാമ.